മൂന്നാറിൽ അതിശൈത്യം തുടരുകയാണ്. സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തണുപ്പ് ആസ്വദിക്കാനായി സഞ്ചാരികളുടെ പർദീസയായി കാണുന്ന മൂന്നാറിലേക്ക് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. വരവ് കൂടിയിട്ടുണ്ട് സന്ദർശകരുടെ. രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. മൂന്നാറിൻ്റെ ഈ മഞ്ഞിൽ പൊതിഞ്ഞ സൗന്ദര്യവും അതിൻ്റെ അതിശൈത്യത്തെക്കുറിച്ച് പറയാനുമായിട്ട്. പറയൂ രാഹുൽ വിജയൻ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെ മൂന്നാറിൽ അതിശൈത്യം തുടങ്ങി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡിസംബർ പകുതിയോടുകൂടി തന്നെ 3 ഡിഗ്രിയിലേക്ക് തണുപ്പെത്തിയിരിക്കുന്നു. ഇന്നലെയാണ് ആദ്യമായിട്ട് മൂന്നാർ മേഖലയിൽ താപനില 3 ഡിഗ്രി എത്തിയത്. മൂന്നാർ, അതുപോലെ തന്നെ നല്ലുനണ്ണി, ചെണ്ടുവാര, ചെണ്ടുവാര ലോവർ ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് 3 ഡിഗ്രിയിലേക്ക് തണുപ്പെത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പല പ്രദേശങ്ങളിലും മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഒരു വലിയ തിരക്കും അങ്ങോട്ടേക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ന്യൂ ഇയർ അവധി ആഘോഷിക്കാനായിട്ട് എത്തുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ അവധി ആഘോഷിക്കാനായിട്ട് എത്തുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ചകളിലൊന്നും തന്നെയാണ് മൂന്നാറിലെ ഈ മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ അത് -, ഡിഗ്രിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുകയും ചെയ്യുന്നത്. കാരണം ഈ പകൽ സമയങ്ങളിൽ അതിശക്തമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചയോടുകൂടി നല്ല തണുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഉപാസിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ, ഇന്ന് എത്ര ഡിഗ്രി തണുപ്പ് രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. 2 ഡിഗ്രി വരെ തണുപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ താപനില എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രേഖപ്പെടുത്തിയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ഇന്നെന്തായാലും മഞ്ഞ് പെയ്തിട്ടുണ്ട്, മനോഹരമായ കാഴ്ചയും ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മലമടക്കുകൾ തണുത്ത് വിറയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.